എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയൂണിനുള്ളൊരു കിടിലൻ കറിയാണ്. ഈ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ കൂട്ടാൻ വയ്ക്കണ സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്കിനി അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഈ മത്തനും ഇളവനും ചെറുകിഴങ്ങും നാളികേരമൊക്കെ വെച്ചിട്ട് അടിപൊളിയൊരു രസകാളനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് മത്തൻ വേണം, ഇളവൻ വേണം, നാളികേരം വേണം, പിന്നെ ചെറുകിഴങ്ങ്. ഈ ചെറുകിഴങ്ങിന് പല നാട്ടുകിഴങ്ങ് അങ്ങനെ പല പേരുമുണ്ട്, പല സ്ഥലത്ത് പല പേരാണ്. ഞങ്ങളിവിടെയൊക്കെ ചെറുകിഴങ്ങാണെന്ന് പറയുക. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് അടിപൊളിയൊരു കറി ഉണ്ടാക്കി നോക്കാം. നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇടാം. നല്ല 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മത്തനും ഇളവനും ഈ കിഴങ്ങും എല്ലാം കൂടിയും ഇങ്ങനെ രസകാളം വെച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ ഈ കിഴങ്ങും കഴുകിയിട്ടുണ്ട്. എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാറ്റിനും മരുന്നൊന്നും അടിക്കേണ്ട, നമ്മൾ എല്ലാതും നല്ല ശുദ്ധിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മതി. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കണ്ട, കാരണം നമ്മളിനി മോര ഒഴിക്കും, അരവിലൊക്കെ വെള്ളം വരുമല്ലോ. അപ്പോൾ വെള്ളം ആദ്യം തന്നെ അധികം ഒഴിക്കണ്ട. ഇനി അത് അടച്ചു വെച്ചിട്ട് വേവിച്ച് എടുക്കാം. 2 വിസിൽ വന്നാൽ മതി, അപ്പോഴേക്ക് തന്നെ ആവും. ഇനി അത് വേവുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഇത്തിരി അരപ്പ് തയ്യാറാക്കാം. നാളികേരവും ലേശം ജീരകവും 3-4 ചീനിമുളകും ഉണ്ട്. പിന്നെ ഒരു പൊട്ട് ശർക്കര, അത് വെന്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഒരു സ്വാദിനാണ്, ചെറിയൊരു പൊട്ട് ശർക്കര അതും കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മളത് കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ അരപ്പ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ കഷ്ണം അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്കത് തുറന്ന് നോക്കാം. കണ്ടോ, പാകത്തിൽ വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ കൊണ്ട്, അപ്പോൾ അതിൽ വെള്ളം എത്ര ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ ഈ കഷ്ണത്തിൽ പിന്നെ അതിങ്ങനെ ഉണ്ടാവും. ഇനി അത് കത്തിച്ചിട്ട് 1 ഗ്ലാസ് മോര് നല്ല പുളിച്ച മോര് 1 ഗ്ലാസ് പാർന്ന് കൊടുക്കാം. പുളിച്ചതാണെങ്കിൽ 1 ഗ്ലാസ് തന്നെ പറഞ്ഞാൽ മതി, പാകത്തിൽ പുളി ഉണ്ടാവും. ഇനി എനിക്ക് ഒരു ചെറിയ പീസ് ശർക്കര, അത്ര മതി. എല്ലാം കൂടി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ മോര് പാർന്നത് നല്ലപോലെ ഒന്ന്
തിളച്ചിട്ട് കഷ്ണത്തിലേക്കൊക്കെ ആ പുളി മോരിൻ്റെ പുളി ഒന്ന് പിടിക്കണം. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ മോര് പാർന്നിട്ട് നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളിലേക്കൊക്കെ ഈ മോരിൻ്റെ പുളി നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ എത്ര ആവശ്യച്ചാൽ അത്ര ഒഴിക്കാം കേട്ടോ. ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള രസകാളൻ. ഇനി താളിക്കലും കൂടി വേണ്ടു. അത് കഴിഞ്ഞാൽ നമ്മളെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സ്വാദാണ് കേട്ടത്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യം പോലെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം. അധികം അരപ്പൊഴിച്ചിട്ട് അധികം തിളയ്ക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും തിളച്ചാൽ മതി. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ഇനി ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2-3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, ഒരു 5-6 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ രസകാളനിലേക്ക് ഉലുവ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടി പഴുത്ത മത്തൻ്റെ അത്ര തന്നെ പഴുത്തിട്ടില്ല. കുറച്ചും കൂടി പഴുത്ത മത്തനാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ചെറുചെമ്പ് ഇട്ടിട്ടും നമുക്ക് രസകാളൻ വയ്ക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഊണിൻ്റെ കറിയാണത്. ഇനി എനിക്ക് കുറച്ച് കയ്പ്പയ്ക്കപ്പേരും കൂടി വയ്ക്കണം. പയറുപ്പേരിയോ കയ്പ്പയ്ക്കപ്പേരിയോ ഏതെങ്കിലും ഒരു ഉപ്പേരി, കുറച്ച് പപ്പടവും കാച്ച കിടിലൻ ഊണാവും. നല്ല സ്വാദായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയൂ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.